അസ്സലാമു അലൈക്കും. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം. ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാം. ഇത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മതത്തെക്കുറിച്ച്, പ്രത്യേകമായി മതത്തിലെ കർമ്മശാസ്ത്ര വിധികൾ, അതുപോലെ പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളുടെ വിവരണങ്ങൾ, തഫ്സീറുകളെ അടിസ്ഥാനമാക്കിയുള്ള വിവരണങ്ങൾ, ഇസ്ലാമിക ചരിത്രങ്ങൾ, ഇസ്ലാമിക വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ, ഒരു മനുഷ്യൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന വിധത്തിൽ പരിശുദ്ധ ഖുർആൻ നിഷ്കർഷിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകൾ മുതലായവ അറിയാവുന്നവരെ കൊണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിജ്ഞാനവേദി എന്ന നിലയിലാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിരവധിയായ ഉസ്താദുമാർ ഇതിനു വേണ്ടി കണ്ടൻറ്റുകൾ നൽകി വരുന്നു. ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ ദീനീ പ്രബോധനം എന്ന രീതിയിൽ ആരുടെയെങ്കിലും കയ്യിലെത്തിയാൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും, അതേപോലെ അത് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്താൽ കൂടുതലായ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഉപകാരപ്പെടും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇനി നമുക്ക് വീഡിയോയിലേക്ക്. പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും കൂടുതലായി പരാമർശിക്കപ്പെട്ട സംഭവങ്ങളിൽ ഒന്നാണ് ഇസ്രായേൽ നിവാസികളുടെ ചരിത്രം. ആ ചരിത്രം എന്ന് പറയുമ്പോൾ ഷോർട്ടായിട്ട് ഇത്രയേ മനസ്സിലാക്കാനുള്ളൂ. ഇസ്രായേൽക്കാരിലേക്ക് മൂസാ നബി അലൈഹിസ്സലാം പ്രവാചകനായി വന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഹാറൂനെയും നബിയാക്കി. അങ്ങനെ അക്കാലത്ത് വലിയൊരു രാജാവുണ്ടായിരുന്നു. അയാളുടെ പേര് ഫിറോൻ എന്നായിരുന്നു. അങ്ങനെ ഈ ഫിറോന് ഇസ്രായേലി ജനതയെ അടക്കി ഭരിക്കുകയും രണ്ടാം തരം പൗരന്മാരായി മറ്റുള്ളവരുടെ മുന്നിൽ അവമതിക്കുകയും ഒടുവിൽ മൂസാ നബി അലൈഹിസ്സലാം ഈ ബനു ഇസ്രായേൽക്കാരെയും കൊണ്ട് രക്ഷപ്പെടാൻ നോക്കിയപ്പോൾ അവരെ പിന്തുടർന്നു. അങ്ങനെ അല്ലാഹു നൈൽ നദിയെ രണ്ടാക്കി പിളർത്തിക്കൊണ്ട് മൂസാ നബി അലൈഹിസ്സലാമിനെയും അദ്ദേഹത്തിൻ്റെ വിശ്വാസികളായ ഇസ്രായേലിയരെയും രക്ഷപ്പെടുത്തി ഫിറോവിനെയും കൂട്ടരെയും മുക്കിക്കൊന്നു എന്നായിരുന്നു ആ ചരിത്രത്തിൻ്റെ ഏറ്റവും ലളിതമായി പറഞ്ഞാലുള്ള കഥ. ഇത് നമ്മൾ ഒരുപാട് തവണ കേട്ടതാണ്. എന്നാൽ ആ കഥ ഏത് തരത്തിലാണ് നമ്മുടെ ജീവിതത്തെ, പ്രത്യേകിച്ച് ഇക്കാലത്തിലുള്ള ഇന്ത്യൻ മുസ്ലിങ്ങളുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നത് എന്ന ഒരു താരതമ്യ പഠനമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ ചരിത്ര നാടകങ്ങളും ചിലരാണെങ്കിൽ ചരിത്ര സിനിമകളൊക്കെ കണ്ടവരുണ്ടാവും. എന്നുവെച്ചാൽ നമ്മുടെ മഹാത്മാഗാന്ധിയുടെ ജീവിതം ഇപ്പം സിനിമയായി വരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളത്തിലാണെങ്കിൽ ഒരു പക്ഷേ മമ്മൂട്ടിയോ മോഹൻലാലൊക്കെ ആവും ഈ ഗാന്ധിജിയായിട്ട് അഭിനയിക്കുന്നത്. എന്നാൽ ഒരു സാധാരണ റിയാലിറ്റി പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ. എന്നതുപോലെ ഇപ്പം ഫിറോവിൻ്റെ കാലം നമ്മളിലേക്ക് തിരിച്ചു വന്ന് ഒരു ചരിത്ര നാടകം പോലെ നമ്മുടെ രാജ്യത്ത്, അല്ലെ ഒരു ചരിത്ര സിനിമ പോലെ നമ്മുടെ രാജ്യത്ത് തകർത്താടിക്കൊണ്ടിരിക്കുക. ഇന്നത്തെ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഫിറോവനും തമ്മിൽ ഒരു താരതമ്യ പഠനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്തൊക്കെ കാര്യത്തിലാണ് ഇവർക്ക് താരതമ്യം എന്ന് പറയാം. ആദ്യം ഇവർ രണ്ടുപേരും, അതായത് നരേന്ദ്രമോദിയും ഫിറോവനും, ഇവർ രണ്ടുപേര് ഏതൊക്കെ വിഷയത്തിലാണ് താരതമ്യമുള്ളത് എന്ന് നോക്കൂ. ഒന്നാമത്തേത്, രണ്ടുപേരും വലിയ ഭരണാധികാരികളായി ഉയർന്നവരാണെങ്കിലും വലിയൊരു നേതാവിൻ്റെയോ അല്ലെങ്കിൽ രാജാവിൻ്റെയോ മക്കളായി തറവാട്ട് പാരമ്പര്യത്തോടെ അധികാരത്തിലെത്തിയ ആളുകളായിരുന്നില്ല. ഫിറോവിനെ പറ്റി പറയുന്നത് അയാളൊരു ശവക്കോട്ടയുടെ കാവൽക്കാരനായിരുന്നു. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നത് ആദ്യം ചായ കച്ചവടക്കാരനായിരുന്നു,
പിന്നെ രാജ്യത്തിൻ്റെ കാവൽക്കാരനായി മാറി എന്നാണ് അദ്ദേഹം തന്നെ പറയുന്നത്. രണ്ടു പേർക്കും പറയത്തക്ക വിദ്യാഭ്യാസ യോഗ്യതയോ കഴിവോ സാമർഥ്യമോ ഉണ്ടായിരുന്നില്ല. ആളുകളെ പറഞ്ഞ് പറ്റിക്കാനുള്ള കഴിവ് മാത്രമായിരുന്നു ഫിറോനുണ്ടായിരുന്നത്. അത് തന്നെയാണ് നരേന്ദ്രമോദിക്കും ഉള്ളത്. എങ്ങനെ? ഫിറോൻ ആളുകളോട് പറഞ്ഞത്, അയാൾ ശവക്കോട്ടയുടെ കാവൽക്കാരനായിരുന്നു. അങ്ങനെ അവിടെയുള്ള ഭരണഘടനാ സ്ഥാപനങ്ങൾ, രാജ്യത്തുള്ള ഭരണഘടനാ സ്ഥാപനങ്ങളെയെല്ലാം തന്നെ തൻ്റെ അടുക്കലേക്ക് ഈ ഉയർന്ന ഭരണഘടനാ സ്ഥാപനങ്ങളിൽ ഇരിക്കുന്നവരുടെയെല്ലാം കുടുംബമോ ബന്ധുക്കളോ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ അവർ ശവം അടക്കാൻ വേണ്ടിയിട്ട് തൻ്റെ അടുത്തേക്ക് വരും. അപ്പോൾ അവരുമായിട്ട് നല്ല ബന്ധം ഉണ്ടാക്കി വെക്കുവാർ ഫിറോൻ. പിന്നീട് ആ രാജാവ് മരിച്ചപ്പോൾ ആ സ്വാധീനമെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഇയാൾ ഭരണം പിടിച്ചെടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഏറ്റെടുത്ത ശേഷം ആരൊക്കെ തന്നെ സഹായിച്ചോ അവരെയൊക്കെ വെട്ടി നിരത്തി കളിയുന്ന ഒരു സംഭവത്തോടെയാണ് അയാളുടെ തുടക്കം. നമ്മുടെ പ്രധാനമന്ത്രിയും അങ്ങനെ തന്നെ ഇവിടെ ഭരണഘടനാ സ്ഥാപനങ്ങളെ, അതുപോലെ തന്നെ ഗുജറാത്ത് ഉൾപ്പെടെയുള്ള BJP നേതാക്കന്മാരെ, അദ്വാനി, മുരളി മനോഹർ ജോഷി എന്ന് തുടങ്ങി എല്ലാ നേതാക്കന്മാരെയും ആദ്യം തൻ്റെ ആവശ്യത്തിന് ഉപയോഗപ്പെടുത്തുകയും തുടർന്ന് അവരെയെല്ലാം ഓരോ ഘട്ടത്തിലായി വെട്ടിമാറ്റിക്കൊണ്ടാണ് ഈ ഫിറോനെ കൊണ്ട് പറഞ്ഞതുപോലെ തന്നെ ഇദ്ദേഹവും അധികാരമേൽക്കുന്നത്. അപ്പോൾ ഫിറോൻ്റെ അടുക്കലേക്ക് മൂസാ നബി അലൈഹിസ്സലാം പോയി. അതുപോലെ തന്നെ ഫിറോൻ ഫിറോൻ കോപ്റ്റൽ വംശക്കാരനാണ്, അറബിയിൽ കിബ്തി വംശക്കാരൻ എന്ന് പറയും. അദ്ദേഹത്തിൻ്റെ മെയിൻ വോട്ട് ബാങ്ക് കിബ്തികളായിരുന്നെങ്കിലും അദ്ദേഹം പറഞ്ഞത്, ജനങ്ങളോട് പറഞ്ഞ് ധരിപ്പിച്ചത്, അല്ലെങ്കിൽ തൻ്റെ കൂടെ നിൽക്കുന്നവരോട് പറഞ്ഞ് ധരിപ്പിച്ചത്, ഈ ഇസ്രായേലിയർ എന്ന് പറയുന്ന വർഗം അവർ നമ്മുടെ നാട്ടിൽ വന്നു കൂടിയവരാണ്. അതായത് യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ അധികാരത്തോടെ യാക്കൂബ് നബിയുടെ മക്കളായി വന്നവരാണ്. നമ്മുടെ നാടിനെ ഒരുപാട് കാലം ഭരിച്ച് മുടിച്ചവരാണ്. ഈ രാജ്യത്തെ സമ്പത്ത് കൊള്ളയടിച്ചവരാണ്. അതുകൊണ്ട് തന്നെ അവർ ഈ രാജ്യത്ത് നിന്ന് പുറത്താക്കേണ്ടവരാണ്. ഇവിടുത്തെ രണ്ടാം തരം പൗരന്മാരാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് പറ്റിയാലേ അവരെ വംശഹത്യ ചെയ്യണം. അതിൻ്റെ ഭാഗമായി അവരിൽപ്പെട്ട ആൺകുട്ടികളെ കൊന്നുകളയുകയും പെൺകുട്ടികളെ ജീവനോടെ വിടുന്നതോടൊപ്പം തന്നെ അവരെ നിങ്ങൾ ബലാത്സംഗം ചെയ്യുകയും വേണമെന്നാണ് ഫിറോന് കിബുത്തി വംശത്തിന് നിർദ്ദേശം കൊടുത്തത്. അതേപോലെ തന്നെ നമ്മുടെ പ്രധാനമന്ത്രി പറയുന്നത് എന്താ? ഇന്ത്യയിലെ മുസ്ലിങ്ങൾ മുഗൾ രാജാക്കന്മാരുടെ പിൻഗാമികളാണ്. മുഗൾ രാജാക്കന്മാരിവിടെ കുത്തബ് മീനാർ, താജ്മഹൽ തുടങ്ങി ഒരുപാട് നിർമ്മിതികൾ നടത്തിയിട്ടുണ്ട്. അതെല്ലാം പൊളിക്കപ്പെടേണ്ടതാണ്. ഇവിടെയുള്ള മുസ്ലിങ്ങൾ അവരുടെ പിൻഗാമികളാണ്. അവർ തുർക്കിയിൽ നിന്നും മറ്റും വന്നവരായതുകൊണ്ട് മുസ്ലിങ്ങളും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് അവരെ ഒരു കാരണവശാലും അധികാരത്തിൻ്റെ ഏഴയലത്ത് കൊണ്ടുവരാൻ പാടില്ല. അങ്ങനെ വന്നാൽ അവർ നിങ്ങളെ സമ്പത്ത് കൊള്ളയടിച്ച് കൊണ്ടുപോകും. നിങ്ങളുടെ മംഗല്യസൂത്രം പറിച്ചുകൊണ്ട് പോകും. ഇവിടെ നമ്മൾ ആരാധിക്കുന്ന ക്ഷേത്രങ്ങൾ ബുൾഡോസർ വെച്ചിട്ട് നിരത്തും. ഇങ്ങനെ അതുപോലെ തന്നെ ഒരുപാട് സംവരണവും ആനുകൂല്യങ്ങളും അവർ വാങ്ങിയെടുക്കും. പിന്നെ നിങ്ങൾക്കൊന്നും ഉണ്ടാവില്ല എന്നതാണ് നരേന്ദ്രമോദി പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ഇതുവരെ പറഞ്ഞിരുന്നതും. ഫിറോനും പറഞ്ഞത് അത് തന്നെ. ഈ ഇസ്രായേലുകാർ യൂസഫിൻ്റെ പിൻഗാമികളായി വന്നവരാണ്. അവർ നിങ്ങളുടെ ഒരുപാട് ക്ഷേത്രങ്ങളും ആലയങ്ങളും തകർത്താണ് അവർ പള്ളി ഉണ്ടാക്കിയിരിക്കുന്നത്. അത് നിങ്ങൾ പൊളിച്ചു മാറ്റണം. അവരെ പറ്റുമെങ്കിൽ കൊന്നുകളയണം. എന്തെങ്കിലും കാരണം നിങ്ങളായിട്ട് കണ്ടെത്തിക്കോളാനാണ് ഫിറോൻ നിർദ്ദേശം കൊടുത്തത്. നരേന്ദ്രമോദിയും പറഞ്ഞത് അത് തന്നെ. ഞങ്ങൾ പശുവിൻ്റെ ഇറച്ചി കടത്തിയെന്നോ അല്ലെങ്കിൽ മൂരി ഇറച്ചി തിന്നുന്നോ
എന്തെങ്കിലും കാരണം ഉണ്ടാക്കിയിട്ട് കൊന്നോളൂ, അവരെ വീടുകൾ ബുൾഡോസർ കൊണ്ട് ഇടിച്ച് നിരത്തിക്കോന്നാണ് പറഞ്ഞത്. അത് തന്നെ നരേന്ദ്രമോദിയും പറഞ്ഞു, അത് തന്നെ ഫിറോനും ചെയ്തു. താരതമ്യം നോക്കണം നിങ്ങൾ, എത്ര കറക്റ്റായിട്ടാണ് വരുന്നത്. പിന്നെ ഫിറോന് ബുദ്ധിയില്ലെങ്കിലും അയാളുടെ എല്ലാ കാര്യങ്ങളും തീരുമാനിച്ച ഒരു ചാണക്യനുണ്ടായിരുന്നു, ഹാമാൻ. ഹാമാൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഈ പറഞ്ഞ ഫിറോന് എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കിയിരുന്നത്. ഫിറോൻ താടി വളർത്തിയ ആളായിരുന്നു, പക്ഷെ ഹാമാന് താടി ഉണ്ടായിരുന്നില്ല. നരേന്ദ്രമോദിക്ക് താടിയുണ്ട്, പക്ഷേ അയാളുടെ ഹാമാനായ അമിത്ഷാ എന്ന് പറയുന്ന മന്ത്രി, അയാൾക്ക് താടിയൊന്നുമില്ല. അയാളാണ് ചാണക്യൻ. എത്ര സാമ്യമായിട്ടാണ് വരുന്നത് എന്ന് നോക്കണം. എന്നിട്ടോ തീർന്നില്ല. ഈ ബനി ഇസ്രായേൽക്കാരെ ഇയാൾ ഇങ്ങനെ കഷ്ടപ്പെടുത്തി രണ്ടാം തരം പൗരന്മാരാക്കി മാറ്റി തൻ്റെ വംശത്തിൽപ്പെട്ട ആളുകളോട് പറഞ്ഞു, എങ്ങനെയെങ്കിലും കണ്ട ബനി ഇസ്രായേൽക്കാരെ എന്തെങ്കിലും ഏതുണ്ടാക്കിയിട്ട് കൊന്നോളാൻ. അതിന് ഹാമാനാണ് എല്ലാ ഡയറക്ഷനും കൊടുക്കൽ. ഇപ്പം കൊടുത്തുകൊണ്ടിരിക്കുന്നതും അങ്ങനെ തന്നെ. കഴിഞ്ഞോ? ഇല്ല. ഈ ഫിറോവിൻ്റെ കാലത്ത്, കൊല്ലം 3500 വർഷങ്ങൾക്ക് മുമ്പാണെന്ന് മനസ്സിലാക്കണം. ഈ 3500 കൊല്ലം മുമ്പേ ആളുകൾ തൊട്ടതിനും പിടിച്ചതിനും എല്ലാത്തിനും ആശ്രയിക്കുന്നത് ജ്യോത്സ്യന്മാരെയും സിഹിറുകാരെയുമായിരുന്നു. അവർ പറയുന്നതിലപ്പുറം ഒന്നുമില്ല. രാജ്യത്ത് ജനങ്ങൾ വിശ്വസിക്കൂല. എത്രയും കറക്റ്റായിട്ട് അവരെ തന്ന് എല്ലാ വിജയവും ഉണ്ടായിരുന്നത് ആര്? ഫിറോൻ തന്നെ നിയമിച്ചിരുന്ന അനേകായിരങ്ങളായ മന്ത്രവാദികളും ജ്യോത്സ്യന്മാരും ഉണ്ടായിരുന്നു. എന്നാൽ കാലങ്ങൾ പുരോഗമിച്ചപ്പോൾ ഇക്കാലത്തുള്ള എന്താണെന്നറിയങ്ങൾ, പത്രങ്ങളും ചാനലുകാരും. നമ്മൾ ഓരോരുത്തർക്കും നമ്മുടെ ജീവിതത്തിൽ നിർണായക സ്വാധീനം ഇല്ലേ പത്രക്കാർക്കും ചാനലുകാർക്കും? കടയിൽ പോയി സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഒരു സോപ്പ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പൗഡർ വാങ്ങുമ്പോൾ നമുക്ക് ടി വി കണ്ട സോപ്പ് വേണ്ടേ, അല്ലെങ്കിൽ ആ പൗഡർ വേണ്ടേ? നമ്മൾ ചാനലുകാരെയും പത്രക്കാരെയും എങ്ങനെ വിശ്വസിക്കുന്നുവോ അതേപോലെയാണ് ഈ ഫിറോവിൻ്റെ കാലത്തെ ജനങ്ങൾ ഈ മന്ത്രവാദികളെ വിശ്വസിച്ചിരുന്നത്. അവർ ഇപ്രാവശ്യം എന്താണോ നടക്കുമെന്ന് പറഞ്ഞാൽ അതേ നടക്കാറുള്ളൂ. അത് തന്നെ ഫിറോൻ നടത്തി കൊടുക്കുകയും ചെയ്യും. എന്നാൽ ഇപ്പോഴത്തെ കാലത്തോ പത്രക്കാരും ചാനലുകാരും ആധുനിക ഫിറോവിനായ ഇയാളുടെ കൈവശത്തിലല്ല, ഇയാളുടെ കൺട്രോളിങ്ങിലായിരുന്നു. ഇയാൾ പറയുന്നതിലപ്പുറം യാതൊന്നും പത്രക്കാരെ എഴുതൂല, പറയൂല, എല്ലാം ഇയാൾക്ക് വേണ്ടി. ഫിറോൻ ചോദിച്ചത്, ജനങ്ങളോട് ചോദിച്ചത്, നിങ്ങൾ കാണുന്നില്ലേ, ഹാദിഹിൽ അൻഹാറു തജ്രീമിൻ തഹ്തി അഫലാ തഅക്കിലൂൻ. ഇവിടെയുള്ള ഈജിപ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനാണ്, ഈ നാട് എൻ്റേതാണ്. നിങ്ങൾ കാണുന്നില്ലേ എൻ്റെ താഴത്ത് കൂടി ഈ നദികൾ ഒഴുകുന്നത്? എൻ്റെ ആജ്ഞ കേട്ടിട്ടാണ് ഈ നദികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പോൾ എനിക്കാണോ ഇവിടെ മഹത്വം? അല്ലെങ്കിൽ സംസാരിക്കാൻ പോലും വ്യക്തമായി കഴിവില്ലാത്ത കൊഞ്ഞുള്ള മൂസ പറയുന്നതാണോ നിങ്ങൾ കേൾക്കുന്നത് എന്നാണ് ഫിറോൻ ചോദിച്ചത്. ഒടുവിലൊരു മത്സരം നടക്കുന്നുണ്ട്. എന്താ മത്സരം? മൂസ നബിയും ഹാറൂൻ നബിയും ഫിറോവിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, പിന്നെ നിങ്ങൾ അള്ളാഹിനെ കൊണ്ട് വിശ്വസിക്കണം. അങ്ങനെ മൂസാ നബി തൻ്റെ അത്ഭുതങ്ങൾ കാണിച്ചു കൊടുത്തു. അപ്പം ഫിറോൻ പറഞ്ഞു, നീ കാണിക്കുന്നതെല്ലാം തന്നെ മന്ത്രവാദമാണ്, എൻ്റെ അടുത്ത് അതിനെക്കാട്ടിയും വലിയ മന്ത്രവാദം ഉണ്ട് എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഒരു പെരുന്നാൾ ദിവസം തീരുമാനിച്ചു, മൈതാനിയിലേക്ക് ഈ പറയപ്പെട്ട മന്ത്രവാദികളെയെല്ലാം ക്ഷണിച്ചു വരുത്തി ഫിറോൻ എൻ്റെ മൂസാനെ തോൽപ്പിക്കണം എന്ന് പറഞ്ഞു. അവർ പറഞ്ഞത് എന്താന്ന്? ബി ഇസ്സത്തി ഫിറോന നഹിനുൽ ഗാലിബൂൻ. ഫിറോവിൻ്റെ ഇസ്സത്ത് കൊണ്ട് നിശ്ചയം ഞങ്ങൾ ജയിക്കും. അത് ഒന്ന് ഇംഗ്ലീഷിലേക്ക് മാറ്റി അല്ലെ ഹിന്ദിയിലേക്ക് മാറ്റി നോക്കിയാൽ മൂടിക്ക ഗ്യാരണ്ടി, നമ്മൾ ജയിക്കും. ഇവർ പ്രചരിപ്പിച്ചു, നമ്മൾ കണ്ടതല്ലേ. ഇതേ ഫിറോവിന് പറഞ്ഞതിൻ്റെ അനുയായികൾ പറഞ്ഞത്, ഫിറോവിൻ്റെ ഇസ്സത്ത് കൊണ്ട് ഞങ്ങൾ ജയിക്കും. ഇവർ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആളുകൾ പറയുന്നത്
മോഡിയുടെ ഗ്യാരണ്ടി കൊണ്ട് ഞങ്ങൾ ജയിക്കും. എന്താ വ്യത്യാസം? ഒരു വ്യത്യാസമില്ല. തീർന്നോ? ഫിറോന് ഏകദേശം 28-30 കൊല്ലത്തോളാണ് ഭരണം നടത്തിയതെന്ന് പറയുന്നു. അതിൻ്റെ ആദ്യ കാലം മുതൽ തന്നെ ഇയാൾ ഇമാതിരി അധർമ്മങ്ങളൊക്കെ, അല്ലെങ്കിൽ ഒരു വിഭാഗത്തെ ജനങ്ങളെ മറ്റുള്ളവരുടെ മുന്നിൽ കൊലക്ക് വിട്ടുകൊടുക്കുന്ന ഘട്ടം ഉണ്ടായപ്പോൾ അള്ളാഹു ആ ജനത ഇയാൾക്ക് ബോധം വരാൻ വേണ്ടി പരീക്ഷിച്ചു എന്നാണ് പറയുന്നത്. എന്തൊക്കെ? തവളകൾ, പേന്, വെട്ടുകിളി, ഇവരെയൊക്കെ കൊണ്ട് പരീക്ഷിച്ചു. നമ്മുടെ മോഡിനെയും പരീക്ഷിച്ച് കൊറോണ കൊണ്ട്. നന്നാകുന്നുണ്ടെങ്കിൽ നന്നായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. എന്തായി? നന്നായോ? നന്നായില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ മത്സരം കഴിഞ്ഞു. അതായത് മോഡിയുടെ ഗ്യാരണ്ടി കൊണ്ട് ഞങ്ങൾ ജയിക്കുമെന്ന് പറഞ്ഞു. ജയിച്ചോ? ജയിച്ചില്ല. ജയിച്ചില്ല എന്ന് മാത്രമല്ല, അവരങ്ങ് പ്രഖ്യാപിച്ചു കളഞ്ഞു. എന്താ പ്രഖ്യാപിച്ചത്? ഞങ്ങൾ മൂസാനെ കൊണ്ടും ഹാറൂൻ്റെയും മൂസായുടെയും അള്ളാഹുവിനെ കൊണ്ട്, ദൈവത്തെ കൊണ്ട് ഞങ്ങൾ വിശ്വസിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഫിറോൻ അവരോട് പറഞ്ഞു, ഞാൻ കൊന്നുകളി, ഞാൻ വെച്ചേക്കൂല എന്ന് പറഞ്ഞു. ഖുർആൻ പറയുന്നത് ഫിറോൻ പറഞ്ഞതായി കാല അന റബ്ബുക്കുമുൽ അഅ്ല, ഞാൻ നിങ്ങളുടെ മേലെയായ റബ്ബാണ് എന്ന് പറഞ്ഞു. ഇയാളും പറഞ്ഞു, ഞാൻ ജൈവിക പ്രക്രിയയിലൂടെ ജനിച്ചതല്ല, എന്നെ ദൈവം അയച്ചതാണ്, ഞാനാണ് ദൈവം. ഫിറോൻ്റെ ആളുകളെ കൊണ്ട് ഫിറോൻ പറയിപ്പിക്കുമായിരുന്നു താനാണ് ദൈവമെന്ന്. ഇയാളും പറയിപ്പിച്ചു. എന്ത്? ഫിറോന് അല്ല, ഈ നരേന്ദ്രമോദി പറയിപ്പിച്ചെന്താ? ഇവിടെയുള്ള അമ്പലങ്ങളിലുള്ള ദൈവങ്ങളുടെയൊക്കെ ദൈവമാണ്, അല്ലെ ദൈവങ്ങളുടെയൊക്കെ ചക്രവർത്തിയാണ് ഇയാൾ എന്നാണ് പറഞ്ഞത്. എത്ര സമമായിട്ടാണ് വരുന്നതെന്നൊന്ന് നോക്കിയാൽ ഒരു മാറ്റവും ഇല്ലല്ലോ. മന്ത്രിക്ക് മന്ത്രി, താടിക്ക് താടി. മൂസാ നബി ഫിറോവിൻ്റെ താടി വലിച്ച് വേദനിപ്പിച്ച കഥയൊക്കെ പറയുന്നുണ്ട്. ഇയാൾക്കുണ്ട് അതേപോലെ ഒരു താടി. ഇയാൾ പറയുന്നു ഞാൻ ദൈവമാണ്, ഫിറോനും പറഞ്ഞു ദൈവമാണ്. താഴെ വീണു അധികാരത്തിൽ നിന്ന്. ഫിറോന് അധികാരത്തിൽ നിന്ന് വീണിട്ടില്ല, അധികാരമൊന്നും പോയിട്ടില്ല, ഫിറോനും പോയിട്ടില്ല, ഇയാളൊന്നും ഇപ്പോൾ ഒന്നും പോകില്ല കേട്ടോ. അപ്പോൾ ഈ സാഹിര്യങ്ങൾ അല്ലെങ്കിൽ ഈ മന്ത്രവാദികൾ അള്ളാഹുവിനെ കൊണ്ടങ്ങ് വിശ്വസിച്ചിട്ട് പറഞ്ഞു. അവർ സത്യത്തിൻ്റെ നീതിയുടെ പക്ഷത്തേക്ക് മാറി. ഇന്ത്യ രാജ്യത്ത് നമ്മൾ അങ്ങനെ പറയുന്നതാണ് ശരി, അല്ലാണ്ട് അള്ളാഹിനെ കൊണ്ട് വിശ്വസിച്ചെന്നല്ല പറയേണ്ടത്. നീതിയുടെ പക്ഷത്തേക്ക് മാറി. ആര് മാറി? അന്ന് ഫിറോവിൻ്റെ സാഹചര്യങ്ങൾ മാറിയതുപോലെ ഇന്ന് ഗോദി മീഡിയക്കാർ കംപ്ലീറ്റ് മാറി. തീർന്നോ? അപ്പോൾ ഫിറോൻ പറഞ്ഞു, ഞാൻ നിങ്ങളെല്ലാവരെയും ക്രൂശിച്ച് കൊല്ലും. അപ്പോൾ അവർ പറഞ്ഞു, ഫക്കവി മാ അൻത കാദിൻ, എനിക്ക് തോന്നിയ പോലെ ഇഞ്ഞെന്താന്ന് വെച്ചാൽ വിധിച്ചോ, ഞങ്ങൾ അള്ളാഹുവിനെ വിശ്വസിച്ച് കൂടുകയാണ്. അങ്ങനെ പറയാനുള്ള ഒരാർജവവും തൻ്റെ ഇടവും കഴിവും നമ്മുടെ രാജ്യത്തുള്ള മുസ്ലിങ്ങൾക്ക് ഉണ്ടോ എന്നതാണ് ഇവിടെ നമ്മൾ പരമമായി ചിന്തിക്കേണ്ട വസ്തുത. നമുക്കീൽ റോളൊന്നുമില്ല. അള്ളാഹുവിൻ്റെ പതിവിൽപ്പെട്ടതാണ് അഹങ്കാരികളെ താഴ്ത്തി വലിച്ചിടുക. സുന്നത്തല്ലാഹി ജാരിയത്തുൻ, അള്ളാഹുവിൻ്റെ പതിവ് രീതിയാണ് അഹങ്കാരികളെ വലിച്ച് താഴെ ഇട്ടുകൊണ്ട് അവരെ ഭൂമിക്ക് സമന്മാരാക്കൽ. ഇയാളെയും ഈ പറഞ്ഞ പോലെ മോഡി ഗ്യാരണ്ടി എല്ലാം പകഞ്ഞു മാറ്റിക്കൊണ്ട് അള്ളാഹു അയാളെ ഒരു ഭൂമിയിലുള്ള മനുഷ്യന്മാർക്ക് സമനാക്കി. എന്ന് വെച്ചാൽ നമ്മുടെ നിതീഷ് കുമാറിനും അതുപോലെ തന്നെ മറ്റേ ആന്ധ്രാപ്രദേശിലെ ചന്ദ്രബാബു നായിഡു ഉണ്ടല്ലോ, ഇവരുടെ കൂടെയൊക്കെ ഇരിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു മനുഷ്യനാക്കി ഈ തെരഞ്ഞെടുപ്പോടെ അള്ളാഹു മാറ്റിക്കൊടുത്തു. എന്തിനു വേണ്ടി? നന്നാകാനുള്ളൊരവസരം. ഇനിയും ഇയാൾക്ക് നന്നാകാൻ അവസരമുണ്ട്. ഈലും അയാൾ നന്നായിട്ടില്ലെങ്കിൽ അയാളെ കാത്തിരിക്കുന്ന എന്താണെന്നറിയോ? ഹിസിയുൻ, അങ്ങേയറ്റത്തെ അപമാനം. അതൊരു തരത്തിൽ ആദ്യം ഉണ്ട്. നമുക്കറിയാം, ഒമൻ അൽമു മിമ്മൻ മന മസാജിദ് അല്ലാഹ് അൻ യുദ്കറ ഫീഹി ഇസ്മുഹു
വസആ ഫീ ഖറാബിഹ, അള്ളാഹുവിൻ്റെ പള്ളികളെ അവൻ്റെ ആരാധന ചെയ്യുന്നതിൽ നിന്ന് തടയുകയും അതിൻ്റെ നാശത്തിൽ പരിശ്രമിക്കുകയും ചെയ്യുന്നതിനേക്കാൾ കൊടിയ അക്രമി മറ്റാരുണ്ട്? അവർക്ക് ദുനിയാവിൽ അപമാനവും അല്ലെങ്കിൽ ഹിസിയും പരലോകത്ത് കഠിന ശിക്ഷയുമാണ് കാത്തിരിക്കുന്നത് എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. ഇയാൾ വലിയ ഫിറോൻ ചെയ്തതുപോലെ വലിയൊരു കാര്യം ഇയാൾ ചെയ്തത് ക്ഷേത്രം ഉണ്ടാക്കുകയാണ്. എവിടെ? നമ്മുടെ പള്ളി പൊളിച്ചെടുത്തിൽ വലിയൊരു ക്ഷേത്രം ഉണ്ടാക്കി. അതിനയാൾക്ക് മെജോറിറ്റി ഉണ്ടായിരുന്നു, അധികാരം ഉണ്ടായിരുന്നു. ആ ക്ഷേത്രം അയാളെ രക്ഷിക്കുമെന്ന് അയാൾ കരുതി. എന്താ ഉണ്ടായത്? ആ ക്ഷേത്രം നിലനിന്ന നാട്ടിൽ പോലും ഇയാൾക്ക് അല്ലെങ്കിൽ ഇയാളുടെ അനുയായികൾക്ക് ജയിക്കാൻ കഴിഞ്ഞില്ല. വകുബിക്കുബു ഫീഹ ഹും വൽ ഗാബൂൻ, അവരും അവരുടെ കൂടെയുള്ളവരും മുട്ടുകുത്തി നിലംപതിച്ച് തകർന്ന് വീണു. വജുനൂദു ഇബ്ലീസ് അജ്മഊ, ഇബ്ലീസിൻ്റെ സൈന്യത്തിൻ്റെ മുഴുവൻ അതേ ഗതിയാണ് വരാനുള്ളത് എന്നാണ് നമുക്ക് ഖുർആൻ പഠിപ്പിക്കുന്നത്. ഇനി ഇയാൾ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഫിറോൻ പ്രസംഗിച്ചത് ഓരോ നാട്ടിലും ചെന്നിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത് ഇവർ വന്നുകൂടിയവരാണ്, ഇവരിവിടെ ജീവിക്കാൻ അർഹരല്ല, ഇവർ രണ്ടാം തരം പൗരന്മാരാണ് എന്ന രൂപത്തിൽ ഇയാളും ഇന്ത്യയിലെ മുസ്ലിങ്ങളെക്കുറിച്ച് എവിടെയൊക്കെ പ്രസംഗിച്ചോ അവിടെയൊക്കെ കൊടുത്തു അള്ളാഹുവിൻ്റെതായ പണി. ഇതൊന്നും മുസ്ലിങ്ങൾ ചെയ്തിക്കോ നമ്മളെ മിടുക്കൊണ്ടൊന്നുമല്ല, പക്ഷെ അള്ളാഹിൻ്റെതായ ഒരു നീതിയുണ്ട്. അതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇയാൾ തകർന്നു പോകാതിരുന്നത്. എന്നിട്ട് ഇനി അയാൾക്കൊരവസരം കൊടുത്തിരിക്കുക, നന്നായി കൂടെ എന്ന് ചോദിച്ചിട്ട്. അയാൾക്ക് നന്നാകാൻ അവസരമുണ്ട്, ശ്രമിച്ചു നോക്കട്ടെ. അഥവാ നന്നായി ഇല്ലെങ്കിലോ അയാളെ കാത്തിരിക്കുന്നത് നമുക്ക് തന്നെ നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുകയെന്ന് ഞാൻ പറഞ്ഞല്ലോ ആദ്യേ. നമ്മുടെ ഫിറോൻ്റെയും ഹാമാൻ്റെയും ചരിത്ര നാടകമാണ്, അല്ലെങ്കിൽ ഒരു ചരിത്ര സിനിമയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇയാളുടെ തകർച്ചയും നാം കാണുക തന്നെ ചെയ്യും. എങ്ങനെയുള്ള തകർച്ച? ഹിസിയെ, അങ്ങേയറ്റത്തെ അപമാനം. ഇപ്പം തന്നെ വലിയ അപമാനമാണ്. എന്താ അപമാനം? മുസ്ലിങ്ങൾക്ക് സംവരണം കൊടുക്കാൻ പറ്റൂല, മുസ്ലിങ്ങൾക്ക് സീറ്റ് കൊടുക്കാൻ പറ്റൂല, അവർ നമുക്കുള്ള ഒരാനുകൂല്യം മുസ്ലിങ്ങൾക്ക് കൊടുക്കാൻ പറ്റൂല, NRC കൊണ്ടുവരും, എന്നിട്ട് ഈ രാജ്യത്ത് നിന്ന് അവരെ പുറത്താക്കും എന്ന് പറഞ്ഞവർ ഇപ്പം ഇരിക്കുന്ന ആരെ കൂടെ? ചന്ദ്രബാബു നായിഡുവിൻ്റെയും നിതീഷിൻ്റെ ഒക്കെ കൂടെ. ചന്ദ്രബാബു നായിഡുവിൻ്റെ പ്രകടന പത്രിക എന്താ? മുസ്ലിങ്ങൾക്ക് പള്ളിയിലെ ഇമാമുമാർക്ക് 10,000 രൂപ വെച്ച് ശമ്പളം, 55 കഴിഞ്ഞ എല്ലാ മുസ്ലിങ്ങൾക്കും പെൻഷൻ. എവിടെ പള്ളി ഉണ്ടാക്കുന്നുണ്ടോ അല്ല ഈദ്ഗാഹ് ഉണ്ടാക്കാനും സർക്കാർ ഭൂമി വിട്ടുതരും. ഖബർസ്ഥാൻ ഉണ്ടാക്കുന്നുണ്ട്, അതിന് ഭൂമി മുസ്ലിങ്ങൾക്ക് വിട്ടുകൊടുക്കും. ഹജ്ജിന് പോകുന്നവർക്ക് 1 ലക്ഷം സബ്സിഡി. ഇങ്ങനെ പറഞ്ഞാൽ മുസ്ലിങ്ങളെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുന്ന ചന്ദ്രബാബു നായിഡു എന്ന് പറയുന്ന ആ മനുഷ്യനെയും അയാളുടെ പാർട്ടിയെയും അതേ നിലപാടുള്ള നിതീഷ് കുമാറിൻ്റെ പാർട്ടിയെയും വെച്ചുകൊണ്ട് ഒന്ന് താഴേക്ക് ഇറങ്ങി താൻ ദൈവമൊന്നുമല്ല, ഞാൻ ഇന്ത്യക്കാരനായ ജനങ്ങളിൽപ്പെട്ട ഒരു മനുഷ്യനാണ്, ഒരു രാഷ്ട്രീയ നേതാവാണ്, ഒരു പാർട്ടി പ്രവർത്തകനാണ്, പാർട്ടിയുടെ നേതാവാണ് എന്നുള്ള രീതിയിൽ അയാൾക്ക് ഭരിക്കാനുള്ള ഒരവസരം കൂടി പടച്ചോനായിട്ട് കൊടുത്തിയാണ്. ഇതിൽ അയാൾ പഠിച്ചിട്ടില്ലെങ്കിലോ അള്ളാഹു പഠിപ്പിക്കും. വഫൗക തക്ദീരിനാ ലില്ലാഹി തക്ദീറു, നമ്മുടെ എല്ലാ കണക്ക് കൂട്ടലുകൾക്കും മേലെ, നമ്മുടെ
എല്ലാ കണക്ക് കൂട്ടലുകൾക്കും മേലെ അള്ളാഹുവിൻ്റെ ഒരു കണക്കുണ്ട്. അതാണ് മക്കളെ ഇവിടെ കണ്ടത്. നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പ് എന്തൊക്കെ നമുക്ക് ഭയപ്പെടാനുണ്ടായിരുന്നു. ഒന്നാമത്തേത്, ഇലക്ഷൻ കമ്മീഷൻ എന്ന ഭരണഘടനാ ബോഡി പൂർണ്ണമായും ഈ ഫിറോവിൻ്റെ കൂടെ, അക്കാലത്ത് ഫിറോവിൻ്റെ കൂടെ അല്ല ഭരണകൂട സംവിധാനം, ഹാമാൻ്റെ കൂടെയായിരുന്നു. ഹാമാനാന്ന് പറയുക ഫിറോവിന് വേണ്ടിയിട്ട്. അതേപോലെ അമിത്ഷാക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്ന ഒരു ഭരണകൂടം, എന്നുവെച്ചാൽ ഭരണഘടനാ സ്ഥാപനങ്ങൾ മൊത്തവും EVM അട്ടിമറി, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന്, അതുപോലെ തന്നെ വർഗീയ പരാമർശങ്ങൾ, ഭരണഘടന മാറ്റി എഴുതാനുള്ള നീക്കങ്ങൾ, പലരുടെയും വോട്ട് തടയാനുള്ള ശ്രമങ്ങൾ, ഇയാൾക്കെതിരെ സ്ഥാനാർത്ഥി പത്രിക കൊടുക്കാൻ പോലും പലരെയും സമ്മതിച്ചില്ല എന്നാണ് നമ്മൾ പത്രങ്ങളിലും TV-യിലൊക്കെ വായിച്ച് കണ്ടത്. അറിയാലോ. ആർക്കെങ്കിലും എന്തെങ്കിലും പ്രതീക്ഷയുണ്ടായിരുന്നോ? ഇയാളെ ഇങ്ങനെ ഇരുത്തേണ്ടടുത്ത് അള്ളാഹു ഇരുത്തുമെന്ന് ആരെങ്കിലും കണക്ക് കൂട്ടിയിരുന്നോ? പിന്നെയും നമുക്കൊരു കാര്യം ഉണ്ടായിരുന്നു. പണ്ട് ബനു ഇസ്രായേൽക്കാർ മൂസാ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞതുപോലെ, മൂസ, നീ വരുന്നതിൻ്റെ മുമ്പ് ഞങ്ങൾക്ക് ഇടങ്ങാറായിരുന്നു, നീ വന്നു കഴിഞ്ഞിട്ടും ഇടങ്ങാറ് തന്നെ എന്ന് പറഞ്ഞതുപോലെ ഇയാളുടെ ഇടങ്ങാറ് മുമ്പുള്ള മുസ്ലിങ്ങൾക്ക് നേരിട്ട ഇടങ്ങാറിൻ്റെ അത്രയൊന്നും കടുപ്പമില്ലല്ലോ എന്ന് കരുതി, അല്ലെങ്കിൽ ഈ ഫലസ്തീനിലെ മുസ്ലിങ്ങളൊക്കെ അനുഭവിക്കുന്ന അത്ര ഇടങ്ങാറ് ഞമ്മക്കൊന്നും ഇല്ലല്ലോ എന്ന് കരുതി സമാധാനിക്കാൻ മാത്രമേ മുസ്ലിങ്ങളായ നമ്മുടെ മുന്നിൽ വഴിയുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കൂട്ടത്തിൽ മറ്റൊരു കാര്യം കൂടി പറയാണ്. അതായത് ഇസ്രായേൽ ഹമാസുകാർക്കെതിരെ ഇടുന്ന ബോംബുണ്ടല്ലോ, ആ ബോംബിൻ്റെ മുകളിൽ അല്ലെ മിസൈലിൻ്റെ മുകളിൽ ഇന്ത്യയുടെ ചിഹ്നം ഉണ്ട് എന്നാണ് പറയുന്നത്. ഇന്ത്യ കൊടുത്ത മിസൈലാണ്, അതായത് ഈ ചങ്ങായി കൊടുത്ത മിസൈലാണ് അവർ ഫലസ്തീനിലെ നമ്മുടെ സഹോദരന്മാർക്കെതിരെ ഉപയോഗിക്കുന്നത് എന്നും കൂടി വായിക്കാൻ കഴിഞ്ഞു എന്നൊരു വാചകം കൂടി ഇതിനോട് കൂടി കൂട്ടിച്ചേർക്കുകയാണ്. ലോകത്ത് എവിടെയൊക്കെ മുസ്ലിം ഹത്യ നടത്താൻ ഒരുങ്ങുന്ന തിന്മയുടെ ശക്തികളുണ്ടോ അവരെയെല്ലാം ഇയാൾ കൂട്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫിറോനും ചെയ്തത് അത് തന്നെയായിരുന്നു. ചുരുക്കത്തിൽ ഫിറോൻ എന്ന ചരിത്ര സിനിമയിലെ നായക വേഷം ആടിക്കൊണ്ടിരിക്കുന്ന ഒരു കഥാപാത്രമാണ് നമ്മുടെ നരേന്ദ്രമോദി എന്ന് പറഞ്ഞാൽ ഒട്ടും അതിശയോക്തിയല്ല എന്ന് ഖുർആൻ പരിഭാഷ വാങ്ങി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തഫ്സീറിൻ്റെ പരിഭാഷ വാങ്ങി വായിച്ച് മനസ്സിലാക്കുന്നവർക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പരമാർത്ഥമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏതും നമ്മൾ സാധാരണ പറയാറുണ്ട്, ഇഞ്ചിന് ഇഞ്ചായും മുഴത്തിന് മുഴമായും ചാണിന് ചാണായും ഫിർഔനെ അനുകരിക്കാൻ ശ്രമിച്ച ഒരു മനുഷ്യൻ്റെ വർത്തമാനകാല ജീവിതമാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫിർഔനെ അള്ളാഹു അവസാനിപ്പിക്കുന്നത് നൈൽ നദിയിൽ മുക്കിയാണ്. ഇയാളുടെ ഗതി എന്തെന്ന് കാലം തെളിയിക്കുക തന്നെ ചെയ്യും. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.